ഹായ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചായക്കടി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഇന്നത്തെ ചായക്കടിയിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചിക്കൻ്റെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമ്മളുടെ മെയിൻ താരങ്ങളായ കിഴങ്ങിനെയും ചിക്കനെയും ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പം നേരെ കുക്കർ എടുക്കുന്നു, 2 നേരത്തേക്ക് തട്ടിയിടുന്നു. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ നേരെ ഒരു വിസിൽ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞ് വെക്കണ്ടേ. അപ്പോൾ നേരെ അതോടെ നിന്ന് വേവട്ടെ. അപ്പം നമുക്കിനി വെന്ത ചിക്കനെ ദാണ്ടേ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് മാത്രമേ ഉള്ളൂ, 2ക്ക് 2 അടി, അത്രയും മാത്രം മതി. ഇല്ലെങ്കിൽ അത് പേസ്റ്റ് രൂപമായി പോകും. പേസ്റ്റ് അല്ല നമുക്കിതിന് വേണ്ടത്. ഇതിന് നമുക്ക് ദാണ്ട് ഇതേപോലെ കടിക്കാൻ കിട്ടുന്ന പീസാണ് വേണ്ടത്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2 ബ്രെഡ് വീതം ഇങ്ങനെ ആക്കി അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ആ വെള്ളം മുക്കി ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് എടുത്ത് നമുക്ക് ആ മറ്റേ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 4 ബ്രെഡാണ് എടുത്തേക്കുന്നത്. 4 ബ്രെഡിൻ്റെയും ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക, പിഴിഞ്ഞെടുക്കുക, ബൗളിലേക്ക് ഇടുക. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ആ ബൗളിലേക്ക് നമുക്ക് നമ്മളുടെ അരച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന നമ്മളുടെ കിഴങ്ങ് ഉടച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് ഇട്ടേക്കുന്നത്. 2 സവാള കുനുകുന അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അതിനെ കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒന്ന് കുഴച്ച് എടുക്കണം. അത് ഏകദേശം ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നല്ലപോലെ വീണ്ടും അതിനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ മാറ്റുക. മൈദക്കകത്തും ബ്രെഡിനകത്തും മുക്കുക, നേരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ വീഡിയോ ലാഗാക്കി നിങ്ങൾക്ക് ഒരു ബോറടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയും മൈദയ്ക്കകത്ത് മുക്കുന്നതും ബ്രെഡിനകത്ത് ക്രംക്രോട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് അറിയാമല്ലോ, എന്തിനാ വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തുള്ള മെയിൻ ഐറ്റംസ് പോരെ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പം ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ആ ചിക്കൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. സോസിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് സൂപ്പർ. എന്താ അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയണ്ടല്ലോ, നിങ്ങൾ മറന്നു പോയാലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതെന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് തറയിൽ കമൻറ്റിലും പറയണം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.